നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെയും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയോടുകൂടിയും വാച്ച് ചെയ്യാറുണ്ട്. അദ്ദേഹം അവിടെ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആ രാഷ്ട്രത്തിലെ ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമീപനവും ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള സമീപനവും ഒക്കെ ഞാൻ വളരെ സാഗൂതം നോക്കിക്കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ആ രാഷ്ട്രവും അവിടുത്തെ ജനങ്ങളും അംഗീകരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം അഭിമാനം തോന്നാറുണ്ട് ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ. കാരണം ഇറ്റ് ഈസ് ഇന്ത്യ ബീങ് ഓണേഡ്. ഇന്ത്യയാണ് അവിടെ അംഗീകരിക്കപ്പെടുന്നത്, ഇന്ത്യയാണ് ആദരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേഴ്സണൽ ക്വാളിറ്റീസൊക്കെ തന്നെ ഈ അംഗീകാരം നമുക്ക് ലഭിക്കാൻ സഹായകം ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യ അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സന്തോഷം തോന്നാറുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ രാഷ്ട്ര സന്ദർശനങ്ങളെല്ലാം തന്നെ ഞാൻ നോക്കിക്കാണാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയൻ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കാണാൻ കാത്തിരിക്കുകയും അത് കാണുകയും ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിനെതിരെ 3 പ്രതിഷേധങ്ങൾ അവിടെ നടന്നു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മെൽബോണിലാണ് സന്ദർശിക്കാൻ ആദ്യം ഇറങ്ങിയത്. അപ്പോൾ അവിടെ 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രൊട്ടസ്റ്റാണ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഖാലിസ്ഥാൻവാദികളായ സിഖ് വംശജർ ഇന്ത്യയെ വേണ്ട രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഗൗനിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ അത് ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് അത് ആണ്. ഇന്ത്യയുടെ ഇന്ത്യൻ അത് വിദേശ മണ്ണിലേക്കും പടരുകയാണെന്നതിൻ്റെ തെളിവാണ്. അവിടുത്തെ ഇന്ത്യൻ ഡയസ്പോറയ്ക്ക് അത് ഒരു വല്ലാത്ത മനോദുഃഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കർഷക സമരം, അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം, മണിപ്പൂർ പ്രശ്നങ്ങളൊക്കെ തന്നെ അവിടുത്തെ ഈ ഡയസ്പോറയ്ക്ക് വല്ലാത്തൊരു കൺസേൺ ആണ്. അപ്പോൾ അത് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവരുടെ സമരം നടക്കുകയുണ്ടായി, ഒരു പ്രതിഷേധ സമരം ഉണ്ടായി. പിന്നീട് നമ്മൾ കണ്ട ഒരു പ്രതിഷേധം എന്താണെന്ന് വെച്ചാൽ, ലോക ആംനസ്റ്റി ഇൻ്റർനാഷണൽ, വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിൻ്റെ ഒരു പ്രതിഷേധമാണ് കണ്ടത്. അവരും ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുന്നില്ല എന്നത് മാത്രമല്ല, ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കുന്നത് മാത്രമല്ല, പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, മാധ്യമ സ്വാതന്ത്ര്യം നൽകാത്ത, വേണ്ട രീതിയിൽ കൊടുക്കാത്ത രാഷ്ട്രമാണ് എന്ന് പറഞ്ഞ് ആ പോളിസി മാറ്റണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിഷേധ സമരമാണ്. അത് നടത്തിയത് നമ്മുടെ ഒരു ഹ്യൂഗൻ എല്ലൻ എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി താമസിച്ച ഹോട്ടലിൻ്റെ ബാരിക്കേഡുകൾ തകർത്ത് അതിൻ്റെ ഉള്ളിൽ കയറി വീണ്ടും പ്രതിഷേധിക്കാൻ ശ്രമം നടത്തി. വീണ്ടുമല്ല, മുന്നേ പ്രതിഷേധിക്കാൻ ശ്രമം നടത്തി. അപ്പം തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യുക. ഇത്രയും സെക്യൂരിറ്റി ഒക്കെയുള്ള സ്ഥലത്ത് എങ്ങനെ അദ്ദേഹം ഇടിച്ചു കയറി എന്നുള്ളത് വലിയൊരു ആശങ്ക ഉണ്ടാക്കി. എന്നാലും അയാൾ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റി എന്നുള്ളതാണ്. പിറ്റേ ദിവസം വന്നാണ് അദ്ദേഹം വീണ്ടും ഇത്തരമൊരു പ്രതിഷേധം നടത്തിയത്. അപ്പം അങ്ങനെ 3 തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രൊട്ടസ്റ്റ് നടന്നു. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത്തരം ഒരു പ്രൊട്ടസ്റ്റ് നടക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് രാഷ്ട്രത്തിലെ തലവന്മാർ വരുമ്പോൾ, നരസിംഹറാവുവിൻ്റെ ഭരണകാലത്തോ അതോ നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്തോ ആണെന്ന് ഉറപ്പില്ല, ബ്രിട്ടീഷ് മൊണാർക്ക് വന്നപ്പോൾ ഗോ ബാക്ക്, നിങ്ങൾ മാപ്പ് പറയുക, നിങ്ങൾ ഇവിടെ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാപ്പ് പറയുക എന്ന് പറഞ്ഞിട്ടൊരു ഇവിടുത്തെ തീവ്ര വലതുപക്ഷക്കാരെ ഒരു പ്രതിഷേധം ചെയ്തിട്ടുണ്ട്. അവിടത്തെയും തീവ്ര വലതുപക്ഷക്കാരാണ് ഇനി കുടിയേറ്റക്കാരെ വേണ്ട, മോദി ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിഷേധം നടത്തിയത്. അവർക്ക് ഇനി ഇന്ത്യക്കാരെ വേണ്ട എന്നാണ് ഈ പ്രതിഷേധം പറയുന്നത്. മറ്റേ കൂട്ടർ ഹ്യൂമൻ റൈറ്റ്സുകാരെ ഇനിയും ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം കൊടുക്കുക, ന്യൂനപക്ഷക്കാരോട് വേണ്ട രീതിയിൽ പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ അവർ
എത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്ന് പറയാനാണ് ഞാനിത് ഈ വീഡിയോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സപ്രസ്ഡ് ആണ്, സമ്മതിക്കില്ല. ഇനി നമ്മുടെ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം അതിൻ്റെ ഗ്രാഫിൽ നമ്മളൊക്കെ വളരെ താഴെയാണ് എന്ന് തന്നെ പറയാം. ഇവിടെ മിക്കവാറും അത്ര സ്വാതന്ത്ര്യം അല്ല, മാധ്യമ സ്വാതന്ത്ര്യം നമ്മൾ റീസെൻ്റ്ലി ഒരു 75 ഇയേഴ്സ് ഒരു മാത്രം പ്രായമുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഡെമോക്രസിക്ക് വേണ്ടി നമ്മുടെ സമൂഹം ഇനിയും പക്വമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ അവരെ മാധ്യമ സ്വാതന്ത്ര്യവും ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനും ഒക്കെ തന്നെ ആ രാഷ്ട്രത്തിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഓസ്ട്രേലിയ നോക്കുക, റീസെൻ്റ്ലി വളരെ 100 വർഷം ആ രാജ്യത്തിന് തന്നെ ഒരു 100 വർഷം ഉണ്ടായിട്ടുള്ള ക്രിമിനൽസ് ഡിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥലമാണ് ഉള്ളത്. പക്ഷേ അവർ നമ്മളെക്കാൾ പ്രായമുണ്ട് തോന്നുന്നുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യം വളരെയധികം ഉണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട്. ഇത്രയും വലിയൊരു രാഷ്ട്രതലം വരുമ്പോഴും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്കത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനെ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവർ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടാവുക. പീസ്ഫുൾ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിനൊക്കെ അവർ അനുവദിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇറാൻ യുദ്ധത്തിന് എതിരെ അമേരിക്കൻ നാടുകളിൽ അമേരിക്കൻ പ്രസിഡൻസിൽ വെച്ചിട്ട് ഏറ്റവും മോശം പ്രസിഡന്റ് എന്ന് പറയാനാണെങ്കിൽ ട്രംപാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ വളരെ ഉയരത്തിൽ തന്നെയാണ് നിന്നിരുന്നത്. ട്രംപ് മാത്രമാണ് ഈ ഒരു ബിസിനസ്സുകാരനായ ഒരു പൊളിറ്റീഷ്യനും ഒരു പ്രസിഡൻറ്റും ഒക്കെ ആയിട്ടുള്ളത്. അവിടെയാണെങ്കിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ളൊരു നാടുമാണ്. ഡെമോക്രസിയുടെ ഒരു ശ്രേഷ്ഠ ഒരു വളരെയധികം അമൂർത്തമായ ചില ഭാവങ്ങളിലേക്കൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തും ആവാമെന്നുള്ളൊരു സ്ഥിരം വ്യക്തി സ്വാതന്ത്ര്യം അത്രയ്ക്കധികം അവർ കൊടുക്കുന്നൊരു നാട് തന്നെയാണ്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനിൽ ഈ ഇടയ്ക്കാണ് അമേരിക്ക കുറച്ച് മോശമായിട്ട് പോയിട്ടുള്ളത്. എന്നാലും ഇറാൻ യുദ്ധമായപ്പോൾ മറ്റെല്ലാ രാഷ്ട്രങ്ങളും ഭയന്നു, ട്രംപിനെതിരെ ഒന്നും സംസാരിച്ചില്ല. ആ ജനത തന്നെയാണ് ട്രംപിനെതിരെ തെരുവിലിറങ്ങി യുദ്ധത്തിനെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചിട്ടുള്ളത്. മറ്റൊരു രാഷ്ട്രവും ഒരു രാഷ്ട്രത്തലവന്മാർ പോലും ഒന്നും കാമാതൊരക്ഷരം പറയാൻ പേടിച്ചിരിക്കുമ്പോൾ ട്രംപിനെതിരെ സ്വന്തം ജനത തന്നെയാണ്. ഇപ്പോഴും ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 30 കൊല്ലത്തെ മുന്നത്തെ ലൈംഗിക പീഡന കേസിന് ഇന്ന് 56 കോടി ട്രംപിനെ ആ വിക്ടിമിനെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് ഇന്ന് ട്രംപിന് 84 വയസ്സാകുമ്പോൾ ആ സ്ത്രീക്ക് 30 വയസ്സോ മറ്റുള്ള ആ സ്ത്രീയെ സ്ത്രീയോട് ചെയ്ത ടോർച്ചർ എബ്യൂസിനെ ഇന്ന് അമേരിക്കൻ കോടതി 56 കോടി ആ സ്ത്രീക്ക് കൊടുക്കാനായിട്ട് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടുത്തെ ജുഡീഷ്യറി എത്ര സ്ട്രോങ് ആയിട്ട് വേണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ മോദി എന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തെയും നാം കുറ്റപ്പറയുകയല്ല. അവിടുത്തെ പ്രതിഷേധിക്കാൻ അവർ മെലോഡാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധമൊക്കെ അത്രയ്ക്കും വളരെ ബോറായിട്ടുള്ള പ്രതിഷേധമൊന്നും നടക്കുന്നില്ല. ഈ ഡെമോക്രസി എന്ന മനുഷ്യരാണല്ലോ, നമ്മൾ ലെസ്സർ ഈവിൾ എന്ന ഡെമോക്രസിയെ പറയാൻ പറ്റുള്ളൂ. വലിയ പൂർണ്ണത നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ലെസ്സർ മൊണാർക്കിയേക്കാളും ടൊട്ടാലിറ്റേറിയനിസത്തിനേക്കാളും അതേപോലത്തെ ഒലിഗാർക്കിയേക്കാളൊക്കെ ഒരു ലെസ്സറായിട്ടുള്ള ഈവിൾ എന്ന ഡെമോക്രസിയിൽ പറയാൻ പറ്റുള്ളൂ. എന്നാലും അവിടെയൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ഏത് വലിയ കൊലകൊമ്പം വന്നാലും രാഷ്ട്രത്തലം വന്നാലും മറച്ചു പിടിക്കുന്നില്ല. അവരുടെ ആ ജനതയുടെ പ്രതിഷേധമൊന്നും മറച്ചു പിടിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മോദി അപമാനിച്ചത് നന്നായി എന്നല്ല ഞാൻ പറഞ്ഞത്. മോദി എന്നെ കിട്ടുന്ന മറ്റു രാഷ്ട്രങ്ങൾക്ക് കിട്ടുന്ന ആദരവ് കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കാറുള്ള വ്യക്തിയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ ട്രാൻസാക്ഷണൽ പൊളിറ്റിക്സ് എന്ന് പറയും. ഇവിടുത്തെ ഈ ഇന്ത്യൻ മണ്ണിൽ നടക്കുന്നത് വിദേശ ഡയസ്പോറയിലും വളരെയധികം കൺസേൺ ആണ്. അവരും അതിനെതിരെ പ്രതിഷേധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടിയൊക്കെ നന്നാവാനുണ്ട്. നമ്മുടെ ഡെമോക്രസി കുറച്ചും കൂടി അതിൻ്റെ ഔന്നത്യത്തിൽ എത്തേണ്ടതുണ്ട്. നമ്മൾ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലോകം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയും ചെയ്യേണ്ടത്. മറ്റു രാഷ്ട്രത്തിലെ ഡെമോക്രസി എങ്ങനെ കൊണ്ടു നടക്കുന്നത്, അവർ ഏത് കൊലകൊമ്പം വന്നാലും അവർക്ക് പറയേണ്ടത് അവർ പറയും എന്നൊരു രീതി അവിടെ ഉണ്ട്. ജനങ്ങളെ അടിച്ചമർത്തുന്നില്ല. ഇവിടെ കറുത്ത കൊടി കാണുമ്പോൾ
അറസ്റ്റ് ചെയ്യുകയും ഇടിച്ചു തകർക്കുകയും രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് വളരെ സബ്നോർമലായിട്ട് ചിന്തിക്കുന്നൊക്കെ കാണുമ്പോൾ അത് നമുക്ക് ഒന്ന് കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. നന്ദി, നമസ്കാരം.